ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ലൊരു അടിപൊളി മീൻപുളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും, പിന്നീട് എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ കുരുമുളക് എടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ചക്കുത്തില്ലേ, അത് മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളി, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ കേരമീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ദാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടെ ഒന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കുടംപുളിയിട്ട മീൻപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മീൻപുളിയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.